ഞാൻ ലൈബിലിറ്റി നിൽക്കണം. അപ്പൊ ചെന്ന് പറയണ ചോദ്യം, ഞാൻ നാട് വിടണോ മരിക്കണോ? കാശ് കിട്ടൂല്ല, ഇല്ല, എനിക്ക് സമയം തരണം. അങ്ങനെ അവര് സമയം തന്നു, 1 കൊല്ലം സമയം തന്നു. ഇനി ഈ 1 കൊല്ലം സമയം കിട്ടിയിട്ട് പിന്നെ മിണ്ടാതിരുന്നാലോ? നോ. അപ്പൊ എന്തായി? റൈറ്റ് സൈഡിൽ ഓടാൻ സമയം കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓട്ടം അങ്ങോട്ട് തുടങ്ങണം. അപ്പൊ എന്ത് പറ്റി? നമുക്ക് കറക്റ്റ് വേ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ജോലി ചെയ്ത് നടക്കില്ല. അവിടെ നമുക്ക് മാർക്കറ്റിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അത് വിൽക്കാനായിട്ട് ചെയ്താലോ? സൂപ്പർ. 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെ ആരെ മുമ്പിലും തല കുരിക്കില്ല. നോ. നമുക്ക് സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ, നമുക്ക് 10 അടി മുകളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്ന് 5 അടി താഴേക്ക് ഇറങ്ങും. 5 അടി താഴേക്ക് ഇറങ്ങിയാലേ 10 അടി മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പ്രസന്റിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് മണി ഇനി കൂടുതൽ വരണമെങ്കിൽ നമ്മുടെ 2ാമത്തെ നയമാണ് വെൽത്ത് തോട്ട് അട്രാക്റ്റ് വെൽത്ത്. അതിൽ പറയണത്